പഠിക്കാൻ മൂടില്ല, ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഉറക്കം വരും, ഫോൺ എടുത്താൽ ടൈം പോയത് അറിയേയില്ല. ഇതൊക്കെ ആണോ നിങ്ങളുടെ പ്രശ്നം? ഓൾമോസ്റ്റ് എല്ലാ PSC ആസ്പിരൻറ്റും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, മൂഡ് വന്നിട്ട് പഠിക്കണോ അതോ പഠിച്ചിട്ട് മൂഡ് വരാൻ കാത്തിരിക്കണം? ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. റിയൽ ട്രൂത്ത് ഞാൻ പറഞ്ഞുതരാം. മൂഡ് വന്നിട്ട് പഠിക്കുന്ന ആളുകൾ ഒരിക്കലും സക്സസ് ആവില്ല. പഠിച്ച് തുടങ്ങിയിട്ട് കുറച്ചായിട്ട് അങ്ങനെ കൂട്ടി അങ്ങനെ ഓൾറെഡി ഒരു 5 മിനിറ്റ് തുടങ്ങി 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ ആവുന്നവർക്ക് താനേ എന്ത് ചെയ്യും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റും മൂഡും ഒക്കെ വരും. എനിക്ക് മൂടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീലിംഗ് മാത്രമാണ്. പക്ഷേ PSC എക്സാം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ഫീലിംഗ് ആയിട്ട് കാണാൻ പാടില്ല. അതൊരു കോമ്പറ്റീഷനാണ്. ഡെയിലി 10,000+ ആളുകൾ PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നമ്മുടെ സീറ്റ് എടുത്തു കൊണ്ടുപോകും. ഫുൾ ഡേ പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രെയിൻ എന്താവും, സ്ലോലി ഫോക്കസ് ആവാൻ തുടങ്ങും, മൂഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഈ 5 മിനിറ്റ് പഠിക്കുമ്പോഴും അയ്യോ ഇത് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങിയത് 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ തുടങ്ങുക. അത് പിന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാജുവലി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പഠിക്കാനുള്ള മൂഡ് നമുക്ക് വന്നോളും. ആക്ഷൻ ക്രിയേറ്റ്സ് മോട്ടിവേഷൻ എന്നാണല്ലോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വലിക്കുക, മോട്ടിവേഷൻ ഒരിക്കലും ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യില്ല. നമ്മൾ ആക്ഷൻ എടുക്കുക, മോട്ടിവേഷൻ നമുക്ക് താനേ വന്നോളും. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, PSC റാങ്ക് കിട്ടുന്നത് മോട്ടിവേറ്റഡ് ആയ ദിവസങ്ങൾ കൊണ്ടല്ല, പഠിക്കാൻ തോന്നാത്ത ദിവസങ്ങളിൽ പഠിച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, PSC നേടുക. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ്. മെയിനായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. 10 മിനിറ്റ് നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കും, പക്ഷേ 2 അവറോ 3 അവറോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫോണിൽ കളയും. സൊല്യൂഷൻ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ പഠിക്കാൻ ബുക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ ഫ്ലൈറ്റ് മോഡ് ആക്കി വെക്കുക, എല്ലാ ആപ്പുകളും റിമൂവ് ആക്കി വെക്കുക, സ്റ്റഡി ടൈം മാത്രം, നോ ഫോൺ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോണിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കി വെക്കുക, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ആക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ഒരു പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കണം, അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ അവർ നമുക്കിതിന് വേണ്ടി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്ന സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു തിരിച്ച് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 2 അല്ലെങ്കിൽ 3 ഹവേഴ്സ് മിനിമം നമുക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. സോ നെക്സ്റ്റ് ടൈം പഠിക്കാൻ മൂടില്ല എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് സേ മൂടില്ലെങ്കിലും കുറച്ച് നേരം ഞാൻ പഠിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങുക. ജസ്റ്റ് 5 മിനിറ്റ്സ് മതി. ഇന്ന് 5 മിനിറ്റ്സ് ആക്കിക്കോ, നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. ഈ ഒരു PSC റാങ്ക് കിട്ടുന്നവർ മൂടും വന്നിട്ടേ പഠിക്കൂ എന്ന് നോക്കി നിൽക്കുന്നവരല്ല, അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നവരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. അതെങ്കിൽ അതായല്ലോ, ഒന്നുമില്ലാത്തതിനെക്കാട്ടും നല്ലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ.